The next technical session is handled by two eminent speakers. One is Ms. Rajini E.A., Assistant District Industries Officer and Taluk Industries Officer, and Mr. Rajesh K.K., Industries Extension Officer. They together would be handling a session on government support schemes for entrepreneurs. The session will continue now, and maybe after the lunch, the question and answer sessions can continue. So let me welcome Ms. Rajini and Mr. Rajesh for the session. Good afternoon to all. അപ്പോൾ നമുക്ക് ഒരു സ്കീം വൈസ് നോക്കാം. നമുക്ക് സാമ്പത്തിക സഹായങ്ങൾ എന്തൊക്കെയാണ് വ്യവസായ വകുപ്പ് കൊടുക്കുന്നതെന്ന് ആണ്. നമ്മൾ സ്കീമുകളെ കുറിച്ച് പറയുമ്പോൾ വ്യവസായ വകുപ്പ് കൊടുക്കുന്ന സ്കീമുകളുടെ ഒരു പ്രത്യേകതയുണ്ട്. 3 പ്രത്യേകതകൾ എടുത്തു പറയേണ്ടതാണ്. ഒന്ന്, നമ്മൾ പ്രായപരിധി അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. 18 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ആനുകൂല്യം കിട്ടുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, വനിതകൾക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വനിതകളുടെ ഉടമസ്ഥയിൽ തുടങ്ങുന്ന എല്ലാ സംരംഭങ്ങൾക്കും രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടുന്നത്. അവർക്ക് കൊടുക്കുന്ന അതേ ആനുകൂല്യങ്ങൾ വനിതകളുടെ ഉടമസ്ഥതയിലാണെങ്കിൽ ലഭിക്കും എന്നുള്ളതാണ് വ്യവസായ വകുപ്പിന്റെ എല്ലാ സ്കീമുകളും. മൂന്നാമത്, യാതൊരുവിധ വരുമാന പരിധിയില്ല. നമ്മൾ സർക്കാർ ഗ്രാൻറ്റുകളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ഗ്രാൻറ്റുകളും വരുമാന പരിധിയുമായിട്ട് ലിങ്ക് ചെയ്തായിരിക്കും. കാരണം നമ്മുടെ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവർക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടണമെന്നാണ്. പക്ഷെ വ്യവസായ വകുപ്പിന്റെ ഒരു പ്രൊജക്റ്റിനും വരുമാന പരിധി പറയുന്നില്ല. നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ മാസ വരുമാനം ഉണ്ടെങ്കിലും നിങ്ങൾ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സർക്കാർ കൊടുക്കുന്ന ഗ്രാൻഡ് കിട്ടിയിരിക്കും. അപ്പോൾ ഈ 3 പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഉയർന്ന പ്രായപരിധി ഇല്ല. അതായത് നിങ്ങൾക്ക് 90-100 വയസ്സുള്ള ആളാണെങ്കിലും പുതിയ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗ്രാൻഡ് കിട്ടും. അതേപോലെ വനിതകൾക്ക് പ്രത്യേക പ്രാധാന്യം, വരുമാന പരിധി ഇല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഇപ്പോൾ എല്ലാ അപേക്ഷയും ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാനുള്ള സംവിധാനവും വ്യവസായ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ വരണമെന്നില്ല, വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ചെയ്യാം. ഇല്ല എങ്കിൽ നമ്മളുടെ താലൂക്ക് വ്യവസായ ഓഫീസുകളിൽ, എല്ലാ താലൂക്കിലും ഒരു താലൂക്ക് വ്യവസായ ഓഫീസുണ്ട്. അവിടെ ഓണ്ടർപ്രണറുടെ എല്ലാ സേവനങ്ങളും ഓൺലൈൻ ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സൗജന്യമായിട്ട്. അപ്പോൾ അവിടെ വന്നാലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യാം. നേരിട്ട് ഓഫീസിലെത്തി അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഒരു ചുരുങ്ങിയ സമയമാണുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സ്കീമുകളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. ഇതൊരു 3 മണിക്കൂർ എടുക്കുന്ന സെഷനാണ്. അപ്പോൾ ഇപ്പോൾ ലഞ്ച് ടൈമാണ്, വളരെ കുറഞ്ഞ സമയമുള്ളൂ. അതുകൊണ്ട് ഞാൻ ചുരുക്കിയാണ് അതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് പിന്നീട് അല്ലെങ്കിൽ വ്യവസായ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓണ്ടർപ്രണർ സപ്പോർട്ട് സ്കീം എന്നാണ് ഈ സ്കീമിന്റെ പേര്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ് 3 രീതിയിലാണ് നടത്താൻ പറ്റുക എന്നാണ് പറയുക. ഒന്ന് മാനുഫാക്ചറിങ്, ഒന്ന് സർവീസ്, മറ്റൊന്ന് ട്രേഡ്. വ്യവസായ വകുപ്പ് നമ്മുടെ PH കുര്യൻ IAS സാർ പറഞ്ഞ പോലെ മാനുഫാക്ചറിങ്ങിനാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ സർവീസ് എന്റർപ്രൈസസിന്, ട്രേഡിന് വളരെ കുറച്ച് ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത്. ഇത് മാനുഫാക്ചറിങ് സെക്ടറിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിലെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്, ഓണ്ടർപ്രണർ സപ്പോർട്ട് സ്കീം, ഇത് മാനുഫാക്ചറിങ് സെക്ടറിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിലെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് വരിക എന്നറിയാവോ? എന്തൊക്കെയാണ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിൽ വരിക? നമുക്ക് ബിസിനസ്സിൽ 2 ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. ഒന്ന് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്, ഒന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. അറിയാലോ? ഫിക്സഡ് എന്ന് വെച്ചാൽ സ്ഥിരമായിട്ടുള്ള നിക്ഷേപങ്ങൾ. എന്തൊക്കെയാ വരിക? ഭൂമി, പിന്നെ ബിൽഡിംഗ്, പിന്നെ മെഷീനറി. അത് കഴിഞ്ഞോ? വേറെന്തൊക്കെ വേണം? ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്, ഓഫീസ് എക്യുപ്മെന്റ്സ്. ഇപ്പോൾ കമ്പ്യൂട്ടറൊന്നും ഇല്ലാതെ നമ്മളുടെ ഒരു ബിസിനസ് ആലോചിക്കാൻ പറ്റൂല. അതേപോലെ ഓഫീസ് എക്യുപ്മെന്റ്സ്, ഇങ്ങനെയുള്ള ഫർണിച്ചർ,
ഇതെല്ലാം ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിൽ വരും. അപ്പോൾ അത് അങ്ങനെയുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും വെഹിക്കിളും ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഈ സ്കീമിൽ വെഹിക്കിൾ സപ്പോർട്ട് ചെയ്യില്ല. വെഹിക്കിൾ ഒഴിച്ചുള്ള എല്ലാ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ് സപ്പോർട്ട് ചെയ്യും. അതിന്റെ 15% നിങ്ങൾക്ക് റിട്ടേൺ ആയി കിട്ടുക. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 15%. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെങ്കിലും 15% കിട്ടും. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു വനിതകൾക്ക് പ്രത്യേക പ്രാധാന്യം ഉണ്ടെന്ന്. അതേപോലെ വനിതകൾ 45 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർ, പട്ടികജാതി പട്ടിക വിഭാഗക്കാർ, ഇങ്ങനെയുള്ള സ്പെഷ്യൽ കാറ്റഗറി അവർക്ക് ഒരു 10% സർക്കാർ അഡീഷണൽ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുക ഇൻവെസ്റ്റ്മെന്റിന്റെ 25% സർക്കാർ റിട്ടേൺ ആയിട്ട് കൊടുക്കുക. അതുകൂടാതെ ഒരു 10% പ്രയോറിറ്റി ഇൻഡസ്ട്രീസിന് കൊടുക്കുന്നുണ്ട്. കേരള സർക്കാർ കുറേ ഇൻഡസ്ട്രീസിന് പ്രയോറിറ്റി ഇൻഡസ്ട്രീസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഡിമെയ്ഡ് ഗാർമെന്റ്, അതേപോലെ ബയോ ഫെർട്ടിലൈസർ, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഇങ്ങനെ കുറേ ഉണ്ട്. റബ്ബർ ഇൻഡസ്ട്രീസ്, ഇങ്ങനെ കുറേ പ്രയോറിറ്റി ഇൻഡസ്ട്രീസ് ഉണ്ട്. ഈ ഇൻഡസ്ട്രീസിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 10% അതിനും അഡീഷണൽ കിട്ടും. അപ്പോൾ ഒരു വനിതയാണ് പ്രയോറിറ്റി ഇൻഡസ്ട്രീസിലാണ് ഒരു റെഡിമെയ്ഡ് ഗാർമെന്റ് യൂണിറ്റ് ആണ് തുടങ്ങുന്നതെങ്കിൽ 35% അവർക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ. അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താലും 35,000 രൂപ സർക്കാർ ഗ്രാൻഡ് ആയിട്ട് തരും. ഇത് കൂടാതെ ഒരു 10% കൂടിയുണ്ട്. അത് എറണാകുളം ജില്ലയിൽ സംരംഭം തുടങ്ങിയാൽ കിട്ടൂല. 4 ജില്ലകൾ കേരള സർക്കാർ വ്യാവസായികമായി പിന്നോക്ക ജില്ലകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, വയനാട്, ഇടുക്കി, പത്തനംതിട്ട. ഈ 4 ജില്ലകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നിങ്ങളുടെ സ്വദേശം എവിടെയാണെന്നല്ല നോക്കുന്നത്. നിങ്ങൾ ഈ 4 ജില്ലകളിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ വീണ്ടും ഒരു അഡീഷണൽ 10%. അപ്പോൾ 45% വരെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഗ്രാൻഡായിട്ട് കിട്ടും. പരമാവധി കൊടുക്കുന്നത് 40 ലക്ഷം രൂപയാണ് ഗ്രാൻഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാനുഫാക്ചറിങ് സെക്ടറാണ് ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റിന് മാത്രമാണെന്ന് പറഞ്ഞ അത് കുറവായിട്ട് തോന്നുമെങ്കിലും ഇപ്പോൾ എറണാകുളം പോലുള്ള ജില്ലകളിൽ ഒരു 15 മുതൽ 20 കോടി രൂപയാണ് ഒരു വർഷം ഈ ഇനത്തിൽ നമ്മൾ സബ്സിഡി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സംരംഭം ആരംഭിച്ചതിന് ശേഷം അപേക്ഷ നൽകിയാൽ മതി. 1 വർഷത്തിനുള്ളിൽ അപേക്ഷ നൽകിയാൽ മതി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ 1 വർഷത്തിനുള്ളിൽ അപേക്ഷിക്കാൻ പറ്റിയില്ല എങ്കിൽ അടുത്ത 2 വർഷം ഒരു മാപ്പപേക്ഷ എഴുതി നൽകിയാൽ നമ്മൾ സ്വീകരിക്കും. അപ്പോൾ തുടങ്ങിയതിന് ശേഷം 3 വർഷത്തേക്ക് നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാം. ബാങ്ക് ലോൺ എടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫണ്ട് കൊണ്ട് തുടങ്ങിയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങളുടെ സ്വന്തം ഫണ്ട് കൊണ്ട് നിങ്ങൾ ആരംഭിച്ചതാണെങ്കിൽ ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. അടുത്ത സ്കീം 1 ഫാമിലി 1 എന്റർപ്രൈസസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സംരംഭമാണെങ്കിലും, മാനുഫാക്ചറിങ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ട്രേഡ് ആണെങ്കിലും, നിങ്ങൾ ലോൺ എടുത്താണ് ഈ സംരംഭം ആരംഭിച്ചതെങ്കിൽ അതിൻ്റെ പലിശയുടെ ഒരു 4% കഴിച്ചിട്ടുള്ള ബാക്കി തുകയാണ് നിങ്ങൾക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് തരിക. പരമാവധി 6%. അതായത് നിങ്ങൾ ലോൺ എടുത്തത് ഒരു 8% പലിശയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 4% കഴിച്ച് ബാക്കിയുള്ളത് 4%ആണ് ബാക്കി വരുന്നത്. ആ 4% സർക്കാർ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് തരും. ആദ്യത്തെ 5 വർഷത്തേക്ക് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് തരും. 5 വർഷം വരെയുള്ള ലോണിന് 5-ലധികം ആണെങ്കിലും ആദ്യത്തെ 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ലോണ് പലിശ റീഇംബേഴ്സ്മെന്റ് ആയിട്ട് തരും. ഇപ്പോൾ 10% ആണെങ്കിൽ 6% കിട്ടും. 10 അതിലധികമാണെങ്കിൽ ഇപ്പോൾ 11 12 ആണെങ്കിൽ പരമാവധി 6%ആണ് റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കിട്ടുക. പുതിയ സംരംഭം ആയിരിക്കണമെന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. വർക്കിംഗ് ക്യാപിറ്റലിനും ഫിക്സഡ് ക്യാപിറ്റലിനും ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. വളരെ സിമ്പിളായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അധികം ഡോക്യുമെന്റിന്റെ ആവശ്യമൊന്നുമില്ല. ബാങ്കിൽ നിന്ന് ലോൺ സാങ്ഷൻ ലെറ്റർ വേണം, പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അപ്രൂവ്ഡ് കോപ്പി വേണം, അതേപോലെ നിങ്ങൾ ഉദ്യ രജിസ്ട്രേഷൻ വേണം, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി ഇത് വേണം, പിന്നെ നമ്മളുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ഫോം ഉണ്ട് ബാങ്കിൽ നിന്ന് സൈൻ ചെയ്ത്. ഇത്രയും രേഖ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. ഇതിലെനിക്ക് തോന്നുന്ന കൂടുതലും
നിലവിലുള്ള സംരംഭകരാണെന്ന് തോന്നുന്നു. പുതിയ സംരംഭകരെക്കാൾ കൂടുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സംരംഭകർ, അവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് മിഷൻ 1000. ഈ സ്കീമിൽ പ്രകാരം ഇതിന് 40%, നിങ്ങളുടെ പുതിയ ഇൻവെസ്റ്റ്മെന്റിൽ 40%, 2023 ഏപ്രിലിന് ശേഷം തുടങ്ങിയ എക്സ്പാൻഷൻ, അതിൻ്റെ 40% നിങ്ങൾക്ക് ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിട്ട് 40% സർക്കാർ ഗ്രാൻഡായിട്ട് തിരിച്ചു നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. വലിയ വലിയ യൂണിറ്റുകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം കൂടുതൽ കിട്ടുന്നത്, കാരണം അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് അങ്ങനെയാണ്. അപ്പോൾ പരമാവധി 2 കോടി രൂപ വരെ ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ ആയിട്ട് കിട്ടും. വർക്കിംഗ് ക്യാപിറ്റൽ, പുതിയ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുത്താൽ അതിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ 50%, പരമാവധി 50 ലക്ഷം രൂപ നിങ്ങൾക്ക് റിട്ടേൺ ആയിട്ട് സർക്കാർ തരും. അതേപോലെ ഇതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് 1 ലക്ഷം രൂപ ഗ്രാൻഡ് ആയിട്ട് കിട്ടും. അങ്ങനെ പരമാവധി 2,51,00,000 രൂപ ഒരു യൂണിറ്റിന് നിങ്ങൾക്ക് സർക്കാർ ഗ്രാൻഡ് ആയിട്ട് കിട്ടും. ഇതൊരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. ആദ്യം എന്തെങ്കിലും മാത്രമേ അത് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിലവിലുള്ള യൂണിറ്റുകൾ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് സർവീസ് യൂണിറ്റുകൾക്ക് ഇതിന് അപേക്ഷിക്കാം. നമ്മുടെ എറണാകുളം ജില്ലയിൽ സർവീസ് യൂണിറ്റുകൾ വളരെ കുറച്ച് പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഹോസ്പിറ്റല്, റെസ്റ്റോറൻറ്റ് പോലുള്ള അവർക്കെല്ലാം ഇതിൻ്റെ ഗ്രാൻഡിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് മിഷൻ 1000-ന്. അപ്പോൾ മാനുഫാക്ചറിങ് യൂണിറ്റിനും സർവീസ് യൂണിറ്റിനും ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. 40%, 2 കോടി ഫിക്സഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് 50 ലക്ഷം, വർക്കിംഗ് ക്യാപിറ്റൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് സബ്സിഡി ആയിട്ട് 50% ഇൻട്രസ്റ്റ് സബ്സിഡി, പ്രൊജക്ട് റിപ്പോർട്ടിന് 1 ലക്ഷം. ഇങ്ങനെയാണ് MSME ഇൻഷുറൻസ് സ്കീം. നമ്മളുടെ നാട്ടിൽ 2018 ശേഷമാണ് സംരംഭകരെല്ലാം ഇൻഷുറൻസ് എടുത്തു തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്ന് പ്രളയം ഉണ്ടായി, ഒത്തിരി സംരംഭകർക്ക് നഷ്ടം വന്നു. അപ്പോൾ അതിനുശേഷമാണ് കൂടുതൽ ആളുകൾ സംരംഭ ഇൻഷുറൻസ് എടുത്തു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഇൻഷുറൻസുകൾക്ക് നിങ്ങൾക്ക് വർഷാവർഷം ലോണുള്ള സംരംഭകരാണെങ്കിൽ ബാങ്ക് തന്നെ കമ്പൾസറി ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് കൊടുക്കുന്നുണ്ട്. പലപ്പോഴും സംരംഭകർ അറിയാറില്ല. പക്ഷെ നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ മിക്കവാറും അവർ തന്നെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിൻ്റെ 50%, ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയത്തിൻ്റെ 50% പരമാവധി 5000 രൂപ സർക്കാർ റിട്ടേൺ ആയിട്ട് തരുന്നുണ്ട്. എല്ലാ വർഷവും കിട്ടും. വർഷം നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിൻ്റെ വളരെ കുറച്ച് ഡോക്യുമെൻ്റ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൊബൈൽ ഉപയോഗിച്ച് വരെ ഈ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഒന്ന് ഉദ്യൻ രജിസ്ട്രേഷൻ വേണം, അത് എല്ലാ യൂണിറ്റുകൾക്കും ഉണ്ടാവും. ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ്, നിങ്ങളെടുത്ത പോളിസിയുടെ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ക്യാഷ് റെസീപ്റ്റ്, പിന്നെ നിങ്ങളുടെ ഒരു ആധാർ ID കാർഡ് വേണം, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ പൈസ ഏത് അക്കൗണ്ടിലോട്ടാണ് തരേണ്ടെന്നുള്ള ഡീറ്റെയിൽസ്. ഇത്രയും കാര്യങ്ങൾ ഒരു മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാവുന്ന അത്ര സിമ്പിളാണ്. അത് അപ്ലോഡ് ചെയ്താൽ 5000 രൂപ നിങ്ങൾക്ക് പരമാവധി ഇതിൻ്റെ പ്രീമിയമായിട്ട് കിട്ടും. മിക്കവാറും ബാങ്കിലെല്ലാം ഈ ഇൻഷുറൻസ് പ്രീമിയം നിങ്ങൾക്ക് ലോണുള്ളവരുടെയൊക്കെ കമ്പൾസറി ആയിട്ട് അവർ തന്നെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെൻ്റ്, ഇനി ഇതിന് സമയമൊന്നും ഇല്ലെങ്കിൽ ഇത്രയും ഡോക്യുമെൻ്റ് സോഫ്റ്റ് കോപ്പി നമ്മുടെ ഓഫീസുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ എല്ലാ സംരംഭകരും ഇതിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തുക. ഇനി ആരെങ്കിലും പ്രീമിയം എടുക്കാത്ത മടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ 50% നിങ്ങൾക്ക് ഗ്രാൻഡായിട്ട് കിട്ടുന്നതാണ്. പ്രീമിയം എടുക്കുക, ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. നമ്മുടെ നാട്ടിൽ തുടങ്ങുന്ന സംരംഭങ്ങളിൽ കൂടുതലും മൈക്രോ യൂണിറ്റുകളാണ്. 10 ലക്ഷത്തിന് താഴെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളതാണ് കൂടുതലും. ഒരു 80% അങ്ങനെയുള്ള യൂണിറ്റുകളാണ്. അപ്പോൾ ഈ സ്കീമിൻ്റെ പേര് മാർജിൻ മണി ഗ്രാൻഡ് ടു നാനോ യൂണിറ്റ്. നാനോ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ലക്ഷത്തിന് താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള യൂണിറ്റുകളെയാണ് നാനോ യൂണിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മാനുഫാക്ചറിങ്ങും വാല്യൂ അഡീഷനുള്ള സർവീസസ് യൂണിറ്റുകൾക്കുള്ള ഒരു ഗ്രാൻഡ് കൊടുക്കുന്ന പദ്ധതിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡായിട്ട് സബ്സിഡി കിട്ടുമെന്നുള്ളതാണ്. ഇതിൽ സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയുന്നത് ഞാൻ മുൻപ് പറഞ്ഞ പോലെ വനിതകൾ, SC ST NRIs ഇവരെല്ലാം സ്പെഷ്യൽ കാറ്റഗറിയാണ്. അവർക്ക് 40% ബാങ്ക് ലോൺ. ഈ സ്കീമിൻ്റെ പ്രത്യേകത വെറും 40% ബാങ്ക് ലോണിൽ നമുക്ക് സംരംഭം ആരംഭിക്കുക എന്നുള്ളതാണ്. 40% ബാങ്ക് ലോണ്
ഈ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ളവർക്ക് 40% സർക്കാർ സബ്സിഡി, 20% നിങ്ങളുടെ ഓൺ കോൺട്രിബ്യൂഷൻ. അപ്പോൾ 10 ലക്ഷം വരെയാണ് പ്രൊജക്ട് കോസ്റ്റ് പരമാവധി പാടുള്ളൂ. അപ്പോൾ 10 ലക്ഷം ആണെങ്കിൽ 4 ലക്ഷം രൂപ നിങ്ങൾ ബാങ്ക് ലോൺ എടുക്കണം. 4 ലക്ഷം രൂപ സർക്കാർ തരും, 2 ലക്ഷം രൂപ നിങ്ങളുടെ ഓൺ കോൺട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾ വെറും 2 ലക്ഷം രൂപ മുടക്കിയാൽ 10 ലക്ഷം രൂപയുടെ ഒരു സംരംഭത്തിന്റെ ഉടമസ്ഥനാകാൻ കഴിയും, അല്ലെങ്കിൽ ഉടമസ്ഥ ആകാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത. തുടക്കം തന്നെ നിങ്ങൾക്ക് ഈ സബ്സിഡി തരുന്നത് കൊണ്ട് 4 ലക്ഷം രൂപ ബാങ്ക് ലോൺ മാത്രം തിരിച്ചടച്ചാൽ മതിയാവും. ഇനി ജനറൽ കാറ്റഗറിയിലുള്ള ആളുകളാണെങ്കിൽ ഇതിൽ പുരുഷന്മാർക്കുണ്ട്, 40 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർക്കാണ് സ്പെഷ്യൽ കാറ്റഗറിയിൽ വരിക. അപ്പോൾ ബാക്കിയുള്ളവർ ജനറൽ കാറ്റഗറിയിൽ വരും. അങ്ങനെ ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 40% ലോൺ സെയിം ആണ്. 40% ലോൺ എടുക്കണം, 30% നിങ്ങളുടെ ഓൺ കോൺട്രിബ്യൂഷൻ, 30% സർക്കാർ സബ്സിഡി. 40, 30, 30 ഈ രീതിയിലാണ്. സ്പെഷ്യൽ കാറ്റഗറിക്ക് 40% ലോണ്, 40% സബ്സിഡി, 20% ഓൺ കോൺട്രിബ്യൂഷൻ. ബ്യൂട്ടി പാർലർ പോലുള്ള വാല്യൂ അഡീഷൻ, ഇപ്പോൾ വർക്ക്ഷോപ്പ്, അതെല്ലാം വാല്യൂ അഡീഷൻ ഉള്ള യൂണിറ്റുകളാണ്. അപ്പോൾ അതിലുള്ള സർവീസ് യൂണിറ്റുകൾക്കും മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കും ഇതിൻ്റെ ആനുകൂല്യം കിട്ടുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംരംഭക രംഗത്ത് ഇറങ്ങുന്നത് ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിലാണ്. അതിന് സെൻട്രൽ ഗവൺമെന്റ് നടപ്പാക്കുന്ന ഒരു സ്കീമാണ് PMFME, ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് എന്റർപ്രൈസ്. ഇതിന്റെ ഒരു പ്രത്യേകത 10% നമ്മുടെ ഓൺ കോൺട്രിബ്യൂഷനിൽ നമുക്കൊരു സംരംഭം ആരംഭിക്കുക എന്നുള്ളതാണ്. 90% ബാങ്ക് ലോണും. ആ 90%-ൽ 35% സർക്കാർ സബ്സിഡി തരും. ബാക്കി 55% തിരിച്ചടച്ചാലും മതി. പരമാവധി സബ്സിഡി കിട്ടുക 10 ലക്ഷം രൂപ വരെ. എന്തെങ്കിലും ഫുഡ് പ്രോസസ്സിങ്, അത് മനുഷ്യർ കഴിക്കുന്നത് തന്നെ ആവണമെന്നില്ല, പെറ്റ് ഫുഡ് ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് അതിന്റെ ആനുകൂല്യം കിട്ടും. അപ്പോൾ ഫുഡ് പ്രോസസ്സിങ് എന്ന് പറഞ്ഞാൽ പെറ്റ് ഫുഡ് ഉൾപ്പെടെയുള്ള ഇത് തുടങ്ങുന്നതിന് നിങ്ങൾക്ക് നമുക്ക് ഓൺ കോൺട്രിബ്യൂഷനിൽ വെറും 10% മുടക്കി സംരംഭം ആരംഭിക്കുക എന്നുള്ളതാണ്. ഫിക്സഡ് ക്യാപിറ്റലിന് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം കിട്ടുക. ഇതിന്റെ വർക്കിംഗ് ക്യാപിറ്റലിന് 1 ഫാമിലി 1 എന്റർപ്രൈസസ് എന്നുള്ള സ്കീമിൽ പലിശ സബ്സിഡി കിട്ടും. ഫിക്സഡ് ക്യാപിറ്റലിന്റെ ഇൻവെസ്റ്റ്മെന്റിനാണ് 35% സബ്സിഡി കിട്ടുക. ഇത് കൈത്തറി യൂണിറ്റുകൾക്കുള്ള സബ്സിഡിയാണ്. കരകൗശല വിദഗ്ധർക്ക് സർക്കാർ നൽകുന്ന ഒരു ആനുകൂല്യമാണ് ആശ എന്ന പേരിൽ. അതില് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 3 ലക്ഷം രൂപ ഫിക്സഡ് ഇൻവെസ്റ്റ്മെന്റ്, 40% സബ്സിഡി റിട്ടേൺ ബാക്ക് ആയിട്ട് കിട്ടുക. വർക്കിംഗ് ക്യാപിറ്റല് 2 ലക്ഷം രൂപ. കഴിഞ്ഞ വർഷമാണ് വർക്കിംഗ് ക്യാപിറ്റലിന് ആനുകൂല്യം കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ഗ്രാൻഡായിട്ട് തിരിച്ചു കിട്ടും. സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ വനിതകൾ, SC ST, 45 വയസ്സിന് താഴെയുള്ള യുവാക്കൾ, ഇവരെല്ലാം NRIs, ഇവർ ആണ് ഈ കരകൗശല എന്റർപ്രൈസസ് തുടങ്ങുകയാണെങ്കിൽ അവർക്ക് 50% റിട്ടേൺ ആയിട്ട് കിട്ടുക. ഫിക്സഡ് ക്യാപിറ്റലിന്റെ 50%, വർക്കിംഗ് ക്യാപിറ്റലിന്റെ 50%, ടോട്ടല് 7.5 ലക്ഷം രൂപ വരെ അവർക്ക് ആനുകൂല്യം കിട്ടും. ഇതിന് വേണ്ടത് ഇത് കരകൗശല വിദഗ്ധനാണെന്ന് തെളിയിക്കാനുള്ള, അല്ല വിദഗ്ധയാണെന്ന് തെളിയിക്കാനുള്ള സെൻട്രൽ ഗവൺമെന്റ് ID കാർഡ് നിർബന്ധമാണ്. അതുള്ളവർക്ക് മാത്രമാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക. നമ്മുടെ നാട്ടിൽ 2008 മുതൽ ഏറ്റവും പോപ്പുലറായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണ് PMEGP, പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. കഴിഞ്ഞ വർഷം വരെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതിൻ്റെ ആനുകൂല്യം ലഭിച്ചു വരികയായിരുന്നു. ഈ വർഷം പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ ആളുകൾക്ക് മാത്രമേ സബ്സിഡിയുടെ ഫണ്ടുള്ളൂ. നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാം, പക്ഷേ സബ്സിഡിയുടെ ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് സബ്സിഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വർഷം SC STക്കും മാത്രമാണ് ഇതിൻ്റെ ആനുകൂല്യം കിട്ടുക. അടുത്ത വർഷം ഇത് റിവൈസ് ചെയ്തു വരുമെന്നാണ്. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ഓഫീസർ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അടുത്ത വർഷം റിവൈസ്ഡ് ഗൈഡ് ലൈൻസ് ഇറങ്ങും, അപ്പോൾ എല്ലാവർക്കും കിട്ടുമെന്നുള്ള രീതിയിലാണ്. ഈ വർഷം പട്ടികജാതി വിഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഏറ്റവും
കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്കൊരു സംരംഭം തുടങ്ങാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വെറും 5% സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 5% ഓൺ കോൺട്രിബ്യൂഷനിൽ തുടങ്ങാം. 95% ബാങ്ക് ലോണാണ്. 35% ഇതിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ സബ്സിഡി കുറവാണ്. റൂറൽ ഏരിയയിലാണ് സബ്സിഡി കൂടുതൽ. പഞ്ചായത്തിൽ 35% വരെയും കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിൽ 25% വരെയാണ് സബ്സിഡി കിട്ടുക. അപ്പോൾ അത് ഈ പ്രാവശ്യം കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ അതിലോട്ട് പോകുന്നില്ല. PMEGP എക്സ്പാൻഷൻ സ്കീം അവൈലബിൾ ആണ്. നിലവിൽ PMEGPയോ മുദ്ര ലോണോ എടുത്ത് തുടങ്ങിയവർക്ക് എക്സ്പാൻഷൻ അപേക്ഷിക്കാം. 3 വർഷം കഴിഞ്ഞ് ഈ ലോൺ എടുത്ത് 3 വർഷത്തിന് ശേഷമാണ് അപേക്ഷിക്കാൻ പറ്റുക. 15% സബ്സിഡി കിട്ടുക. നമ്മുടെ കുര്യൻ സാറ് പറഞ്ഞ പോലെ ഈ പഞ്ചായത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട്, അതായത് പലപ്പോഴും സംരംഭകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം അയൽവാസികളിൽ നിന്നൊക്കെയുള്ള ശല്യമാണ്. വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥൻ എന്നുള്ളതിൽ എൻ്റെ എക്സ്പീരിയൻസും അതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയക്കാരെയൊക്കെയാണ് എപ്പോഴും കുറ്റം പറയാറുള്ളെങ്കിലും ഏറ്റവും കൂടുതൽ സംരംഭകർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് അയൽവാസികളാണ്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ്. അതേപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതിനൊരു പരിഹാരമാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്. നിങ്ങൾക്ക് സ്വന്തമായോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റായോ സൊസൈറ്റി ആയോ ഏതെങ്കിലും ലീഗൽ എൻറ്റിറ്റിയിൽ ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് സ്ഥാപിക്കാം. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ സർക്കാർ 1 ഏക്കറിന് 30 ലക്ഷം രൂപ വെച്ചിട്ട് പരമാവധി 3 കോടി രൂപ വരെ നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് തരും. അതായത് അവിടെ ബൗണ്ടറി വാൾ പണിയാം, റോഡ് പണിയാം, ഇലക്ട്രിസിറ്റി കണക്ഷൻ എടുക്കുന്നുള്ള അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനായിട്ട് 3 കോടി രൂപ സർക്കാർ ഗ്രാൻഡായിട്ട് തരും. ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അത്ര ഏരിയ ഗവർണർ നോട്ടിഫൈ ചെയ്യണം പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കുന്നതിന് പഞ്ചായത്തിൽ പോകേണ്ട അങ്ങനെയുള്ള ആനുകൂല്യങ്ങളുണ്ട്. പിന്നെ അയൽവാസികളിൽ നിന്നുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് 10 ഏക്കർ സ്ഥലം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ഗ്രൂപ്പായിട്ടോ ഒറ്റയ്ക്കോ ഉണ്ടെങ്കിലും അതിന് അനുമതി കിട്ടും. ഇനി അധികം സ്ഥലമില്ല, 5 ഏക്കറേ ഉള്ളെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനുള്ള സംവിധാനമുണ്ട്, അതിന് അനുമതി കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് വന്ന ഏറ്റവും നല്ലൊരു ഡെവലപ്മെൻ്റാണ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്. അതേപോലെ തന്നെ 5 ഏക്കറുള്ള ക്യാമ്പസ് കോളേജുകൾക്ക് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാമെന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് അതേപോലുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റിൽ നേരിട്ട് ജോലി ചെയ്ത് ഒരു പ്രവർത്തന പരിചയത്തോടുകൂടി വെളിയിൽ പോവാം. അവർക്ക് സ്വന്തമായിട്ട് സംരംഭം ആരംഭിക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ജീവനക്കാരനാവാനോ എളുപ്പമാണ്. അതിനും സർക്കാർ ഗ്രാന്റ് കൊടുക്കുന്നുണ്ട്. ഇനി ക്ലസ്റ്റർ സിസ്റ്റം ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മളൊരു ചെറിയ യൂണിറ്റുകളൊക്കെ നടക്കുന്നത്, ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ മുടക്കി ഒരു ഫുഡ് പ്രോസസ്സിങ് നടത്തുന്ന ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റുകൾക്ക് നമ്മുടെ ഈ ലേസിൻ്റെ ഒക്കെ പാക്കറ്റ് മാതിരി എയർ ഫിൽഡ് പാക്കിംഗ് മെഷീനൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 25 ലക്ഷം 30 ലക്ഷം ഒക്കെ ഉള്ള പാക്കിംഗ് മെഷീൻ ഈ ഒരു 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു യൂണിറ്റുകാരനെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതിനൊരു സൊല്യൂഷനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ലസ്റ്റർ ഡെവലപ്മെന്റ് പദ്ധതി. ഇതിൽ ഒരു മിനിമം 20 യൂണിറ്റുകൾ ഈ സംരംഭകർ ഒത്തുചേർന്നാൽ അവർക്ക് ഇതേപോലുള്ള വില പിടിച്ച മെഷീനുകളും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അത് ഉപയോഗിച്ച് നിങ്ങളുടെ സംരംഭ സാധ്യത കൂട്ടാൻ പറ്റും. അതേപോലെ ഇന്ത്യയിലും വിദേശത്തുമുള്ള എക്സിബിഷനിൽ പങ്കെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നതിൻ്റെ ഒരു വിപുലമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 10% നിങ്ങൾ ഓൺ കോൺട്രിബ്യൂഷൻ മതി, 90% സർക്കാർ ഗ്രാൻഡാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ക്ലസ്റ്റർ ആണെങ്കിൽ 25 കോടി വരെയാണ് കിട്ടുന്നത്. 25 കോടിയിൽ 10% ഈ എല്ലാ യൂണിറ്റുകളും ചേർന്നെടുക്കേണ്ടത്. ഇതിൽ ആ 10%-ൽ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകത അനുസരിച്ച് ലാൻഡ് വാങ്ങിച്ചാൽ തന്നെ ഈ 10%-മായി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ ഫണ്ട് കിട്ടും. ഇനി നിലവിലുള്ള യൂണിറ്റുകൾ നഷ്ടത്തിൽ പോവുകയാണെങ്കിൽ അത് റിവൈവ് ചെയ്യാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതാണ് റിവൈവൽ ആൻഡ് റീഹാബിലേഷൻ സ്കീം ഫോർ ഡിഫക്റ്റ് MSME.
ED ക്ലബിൻ്റെ കാര്യം കുര്യൻ സാർ സൂചിപ്പിച്ചിരുന്നു. കോളേജുകൾ, ഇപ്പം നിർമ്മല കോളേജ് ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാ വർഷവും 20,000 രൂപ വെച്ച് 10,000-ന് 2 ഗഡുക്കൾ വെച്ചിട്ട് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരുന്ന സംരംഭകർ പൊതുജനങ്ങൾ ഒരു എന്റർപ്രണർ കൾച്ചർ ഉള്ളവരായിട്ട് മാറണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ED ക്ലബ്ബ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിന് 20,000 രൂപ ഓരോ വർഷം ED ക്ലബിന് ഗ്രാൻഡ് കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു.